ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ആ ഒരു 21 മണിക്കൂർ ഒടുവിൽ അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഫലം വലിയൊരു പൂജ്യം. അതെ, പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന ചരിത്രപ്രധാനമായ US ഇറാൻ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് വെറും കൈയോടെ വാഷിംഗ്ടണിലേക്ക് വിമാനം കയറി. ഇറാൻ ചോസ് നോട്ട് ടു ആക്സെപ്റ്റ് അവർ ടേംസ്. വാൻസിന്റെ ഈ ഒറ്റ വാക്കിൽ എല്ലാം ഉണ്ട്. വെസ്റ്റ് ഏഷ്യയിലെ യുദ്ധം അവസാനിക്കുമെന്ന് കരുതിയവർക്ക് മുന്നിലേക്ക് വലിയൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ വീണിരിക്കുന്നത്. ഇസ്ലാമാബാദിലെ ആ രഹസ്യ മുറികളിൽ കഴിഞ്ഞ് 21 മണിക്കൂർ എന്താണ് നടന്നത്? ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ച ആ ഫൈനൽ ഓഫർ എന്താണ്? പരിശോധിക്കാം. ഏപ്രിൽ 11 തുടങ്ങിയ ചർച്ചകൾ ഏപ്രിൽ 12 പുലർച്ചെ വരെ നീണ്ടുനിന്നു. ഒരു പതിറ്റാണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് അമേരിക്കയും ഇറാനും ഇത്രയും ഉയർന്ന തലത്തിൽ നേർക്കുനേർ ഇരിക്കുന്നത് തന്നെ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ മധ്യസ്ഥതയിലായിരുന്നു ഈ ഒരു ഹൈ വോൾട്ടേജ് ഡ്രാമ നടന്നത്. അമേരിക്കൻ ഭാഗത്തു നിന്ന് JD വാൻസിനൊപ്പം ട്രംപിന്റെ വിശ്വസ്തരായ സ്റ്റീവ് വിറ്റ്കോഫും ജേറഡ് കുഷ്ണറും ഉണ്ടായിരുന്നു. ഇറാനിൽ നിന്ന് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖർ ഖാലിബാഫും അതുപോലെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ഷിയുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കാര്യങ്ങൾ അത്ര സുഗമമായിരുന്നില്ല. ചർച്ചകൾക്കിടയിൽ JD വാൻസ് 6-ലധികം തവണയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഫോണിൽ വിളിച്ചത്. നോ ഡീൽ ഇസ് ബെറ്റർ ദാൻ എ ബാഡ് ഡീൽ. അതായത് ഒരു മോശം കരാറിനേക്കാൾ നല്ലത് കരാർ ഇല്ലാതിരിക്കുന്നതാണ് എന്ന ട്രംപിന്റെ ലൈൻ തന്നെയാണ് വാൻസ് അവിടെ സ്വീകരിച്ചത്. ചർച്ച പരാജയപ്പെട്ടതിന് പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ന്യൂക്ലിയർ പോളിസി. അതായത് തങ്ങളുടെ പക്കലുള്ള യുറേനിയം ശേഖരം കുറയ്ക്കാനോ അന്താരാഷ്ട്ര പരിശോധനകൾക്ക് പൂർണ്ണമായും വഴങ്ങാനോ ഇറാൻ തയ്യാറായില്ല. ഇനി രണ്ടാമത്തെയും ഏറ്റവും നിർണായകമായ കാരണം എന്ന് പറയുന്നത് ലോകത്തിന്റെ ഊർജ്ജ നാഡിയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണമാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഈ ഒരു ജലപാതയിൽ ഇറാന്റെ ആധിപത്യം അംഗീകരിക്കാൻ അമേരിക്ക ഒട്ടും തയ്യാറായിരുന്നില്ല. ഈ 2 വിഷയങ്ങളിലും ഇരുപക്ഷവും അവരവരുടെ വാശികളിൽ ഉറച്ചു നിന്നതോടെ മാസങ്ങളോളം നീണ്ട നയതന്ത്ര നീക്കങ്ങൾ വെറും 21 മണിക്കൂർ കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകരുകയായിരുന്നു. അമേരിക്കയുടെ ആവശ്യം വളരെ ലളിതമായിരുന്നു. നോ ന്യൂക്ലിയർ വെപ്പൺസ് എവർ. ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഉറപ്പ് നൽകണമെന്നും അതിനായി കർശനമായ പരിശോധനകൾക്ക് വിധേയമാകണമെന്നും വാൻസ് ആവശ്യപ്പെട്ടു. എന്നാൽ തങ്ങളുടെ ന്യൂക്ലിയർ റൈറ്റ്സ് വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു ഇറാൻ. ഇതിനെ എക്സസീവ് ഡിമാൻഡ്സ് എന്നാണ് ഇറാൻ മാധ്യമമായ തസ്നം വിശേഷിപ്പിച്ചത്. മറ്റൊരു പ്രധാന തർക്ക വിഷയം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. ലോകത്തിലെ എണ്ണക്കപ്പലുകളുടെ 20% കടന്നു പോകുന്ന ഈ വഴിയിൽ തങ്ങൾക്ക് ട്രാൻസിറ്റ് ഫീ വേണമെന്നും പൂർണ്ണ നിയന്ത്രണം വേണമെന്നുമാണ് ഇറാൻ പറയുന്നത്. എന്നാൽ ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഉയർത്തിപ്പിടിക്കുന്ന അമേരിക്ക ഇതിന് തയ്യാറല്ല. വാൻസ് ചർച്ചയിൽ ഇരിക്കുമ്പോൾ തന്നെ ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു, ഞങ്ങൾ ഹോർമുസ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഈ പ്രസ്താവന ചർച്ചകളുടെ ചൂട് കൂട്ടി. ഇത് മാത്രമല്ല, ലെബനിലെ ഹിസ്ബുള്ളക്കെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം നിർത്തണമെന്ന ഇറാന്റെ ആവശ്യവും വാൻസ് തള്ളി. ഇസ്രായേലിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്ന സന്ദേശമാണ് അമേരിക്ക നൽകിയത്. ഇതോടെ 21 മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ചകൾക്ക് വിരാമമായി. ചർച്ച കഴിഞ്ഞയുടൻ ഇസ്ലാമാബാദിലെ നൂർ ഖാൻ എയർബേസിൽ വെച്ച് JD വാൻസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു തരം കടുപ്പമുണ്ടായിരുന്നു. വാൻസ് പറഞ്ഞത് ഇങ്ങനെയാണ്, സമാധാന കരാറിലെത്താൻ സാധിച്ചില്ല എന്നത് ഒരു മോശമായ വാർത്തയാണ്. പക്ഷേ അമേരിക്കയേക്കാൾ കൂടുതൽ ഇതൊരു ബാഡ് ന്യൂസ് ആയി മാറാൻ പോകുന്നത് ഇറാൻ ആയിരിക്കും. ഇതൊരു വെറും പ്രസ്താവനയല്ല, മറിച്ച് കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ്. ഇതല്ലാത്ത മറ്റൊരു ഓഫർ ഇനി ഞങ്ങളുടെ പക്കലില്ല എന്നൊരു സന്ദേശം കൂടി വാൻസ് ഇതിലൂടെ നൽകുന്നുണ്ട്. അമേരിക്ക തങ്ങളുടെ ഫൈനൽ ആൻഡ് ബെസ്റ്റ് ഓഫർ മേശപ്പുറത്ത് വച്ചു കഴിഞ്ഞു. ഇനി അത് സ്വീകരിച്ച് സമാധാനത്തിലേക്ക് വരണോ അതോ ഉപരോധങ്ങളുടെയും അതുപോലെ പ്രതിസന്ധികളുടെയും വഴിയെ പോകണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇറാനാണ്. അതുകൊണ്ട് തന്നെ ഇനി പന്ത് ഇറാന്റെ കോർട്ടിലാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ചർച്ചകൾ പരാജയപ്പെട്ടിട്ടും ഡൊണാൾഡ് ട്രംപും സംഘവും ഇതിനെ ഒരു വലിയ വിജയമായിട്ടാണ് കൊട്ടിഘോഷിക്കുന്നത്. അവർ കരാറിൽ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും അമേരിക്കയെ സംബന്ധിച്ച് ഇത് വിജയമാണ് എന്ന ട്രംപിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. അതായത് സമാധാനം ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇറാന്റെ മേൽ പരമാവധി സമ്മർദ്ദം, ആ ഒരു പ്രഷർ ചെലുത്താനും അവരെ ലോകത്തിന് മുന്നിൽ പ്രതിക്കൂട്ടിലാക്കാനും കഴിഞ്ഞു എന്നാണ് വൈറ്റ് ഹൗസിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ മറുവശത്ത് ഇറാന്റെ നിലപാടും ഒട്ടും അയഞ്ഞതല്ല. ഞങ്ങളുടെ റെഡ് ലൈനുകൾ, പ്രത്യേകിച്ച് ആഭ്യന്തര സുരക്ഷയിലും ആണവ അവകാശങ്ങളിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ലെന്ന് ഇറാൻ ഈ 21 മണിക്കൂർ കൊണ്ട് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ചുരുക്കത്തിൽ 2 വൻ ശക്തികളും അവരവരുടെ പിടിവാശികളിൽ ഉറച്ചു നിന്നതോടെ ഇസ്ലാമാബാദ് ചർച്ചകൾ ഒരു ഡെഡ്ലോക്കിൽ അവസാനിച്ചു എന്ന് പറയേണ്ടി വരും. പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ ചർച്ചകൾ ഒരു വലിയ നയതന്ത്ര നേട്ടമായിരുന്നു. ലോകത്തെ 2 ശത്രുക്കളെ ഒരേ മേശയിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഒരു കരാറിലെത്താൻ കഴിയാത്തത് പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. ഇപ്പോൾ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില എന്ന് പറയുന്നത് $118 കടന്നിരിക്കുകയാണ്.
സാധാരണക്കാരന്റെ പോക്കറ്റ് കീറുന്ന അവസ്ഥയാണ് അന്താരാഷ്ട്ര വിപണിയിൽ എന്തായാലും. ചുരുക്കത്തിൽ ഇസ്ലാമാബാദിലെ ആ ഒരു രാത്രി ലോകത്തിന് സമാധാനം നൽകിയില്ല. JD വാൻസ് മടങ്ങിയത് അമേരിക്കയുടെ കണിശമായ നിബന്ധനകൾ ഇറാനെ അറിയിച്ചുകൊണ്ട് തന്നെയാണ്. ഇനി ഇറാൻ എന്ത് തീരുമാനമെടുക്കും? ഹോർമുസ് കടലിടുക്കിൽ യുദ്ധക്കപ്പലുകൾ നേർക്കുനേർ വരുമോ, അതോ ഈ ഒരു ഫൈനൽ ഓഫർ ഇറാൻ സ്വീകരിക്കുമോ? വരും ദിവസങ്ങൾ ലോകത്തിന് വളരെ നിർണായകമാണ്. അമേരിക്കയുടെ ഈ ഒരു ഹാർഡ് ലൈൻ സമീപനം ഇറാനെ മുട്ടുകുത്തിക്കുമോ അതോ പുതിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന് കണ്ടറിയണം. ഏതായാലും ഇസ്ലാമാബാദിലെ ഈ പരാജയം ആഗോള വിപണിയിലും രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.